അതിൽ NH വിടുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ അതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. കാരണം ബഹുമാനായ ശ്രീ MK മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലാണ് 28 കിലോമീറ്റർ ഭൂമി എക്വിഷൻ കഴിഞ്ഞത്. കേരളത്തിൽ ആദ്യമായി അനുവദിക്കപ്പെട്ട NH പ്രോജക്റ്റ് കോഴിക്കോടാണ്. ഞാൻ പറയാൻ കാരണം ഞാൻ ഈ നേരത്തെ എക്വിഷൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രപ്പോസലുമായി ബഹുമാനപ്പെട്ട ഗഡ്കരി മിനിസ്റ്ററെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ അങ്ങ് സ്ഥലം എടുത്തിടാൻ കഴിയില്ല എന്നുള്ളൂ, ആരും സമ്മതിക്കില്ല എന്നുള്ളൂ. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം എന്നെ ചെയർമാനോട് പറഞ്ഞു ഇത് പരിശോധിക്കണം. 3 മാസം കൊണ്ട് റിപ്പോർട്ട് വന്നു. നേരത്തെ 14 വർഷം മുമ്പ് ശ്രീ MK മുനീർ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ എക്വിസിഷൻ നടന്ന് നമ്മൾ ആലോചിക്കണം. വളരെ സ്പീഡിൽ ആക്ഷൻ എടുത്തു മാത്രമല്ല കൺസൾട്ടൻസിയെ വെച്ചു. 1 വർഷം കൊണ്ട് കൺസൾട്ടൻസി അലൈൻമെൻ്റ് ഉണ്ടാക്കി, DPR ഉണ്ടാക്കി, ടെൻഡറായി. ആദ്യം ടെൻഡർ നടന്ന ഒരു റോഡ് ഇതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ടെൻഡർ കിട്ടിയിട്ടുള്ള 1700 കോടി കടത്താൻ ടെൻഡർ നടന്നു. കിട്ടിയിട്ടുള്ള KMC എന്ന സ്ഥാപനം 3 വർഷം തുടങ്ങിയില്ല. സോ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒടുവിൽ വർക്ക് അവർ ആരംഭിച്ചു. അതാണ്. അല്ലെങ്കിൽ നേരത്തെ 20-ൽ പൂർത്തിയാകേണ്ട പ്രോജക്റ്റാണ്. 18-ൽ അവാർഡ് നമ്മൾ ആലോചിക്കണം. അത് നടന്നില്ല. അതാണ് കാലതാമസത്തിന് കാരണം. ഇത് 1700 കോടിയുടെ പ്രോജക്റ്റാണ്. അതുകൂടാതെ നമ്മുടെ റെയിൽവേ പ്രോജക്റ്റ് 473 കോടിയുടെ പ്രോജക്റ്റാണ് റെയിൽവേ പ്രോജക്റ്റ്. അതുകൂടാതെ CRF സെൻട്രൽ റോഡ് ഫണ്ട്, അതുപോലെ സടക്കിൻ്റെ ഫണ്ടുകൾ, അതൊക്കെ കോഴിക്കോട് മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ സടക്കിൻ്റെയും CRF റോഡിലും ഇഷ്ടം പോലെ വന്നിരിക്കുന്നു. ആ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എത്ര റോഡ് കിട്ടി, എത്ര അനുവദിച്ച്, എത്ര പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചു, നടപ്പിലാക്കാൻ സാധിച്ചു. ഇല്ല, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ നേർക്ക് നേരെ എതിർക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. മറ്റൊരു പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി എതിർക്കും പോലെ ഒരാളെയും ഇന്നുവരെ എതിർക്കുന്നില്ല, എതിർത്തിട്ടുമില്ല. ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്ത പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ. ഒരു തർക്കം ആർക്കും വേണ്ട. രാഹുൽ ഗാന്ധി ആരംഭിച്ച ഒരു പോരാട്ടമുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ശക്തമായി പോരാടുന്നവരാണ്. ലോകസഭയിലും രാജ്യസഭയിലും എല്ലാവരും സസ്പെൻഡ്, ഞാൻ 2 പണ്ട് സസ്പെൻഷൻ വാങ്ങിയ ആളാണ്, മനസ്സിലാക്കണം. എല്ലാവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടു, കോൺഗ്രസ് ലീഡേഴ്സിനെ മുഴുവനും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സഭക്കകത്ത് പോരാട്ടം നടത്തുന്നത് ഞങ്ങളാണ്. സഭക്കകത്തും പുറത്തും ആലോചിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫാസിസ്റ്റ് പോരാട്ടത്തിൻ്റെ കൂടെ തന്നെയാണ് ജനങ്ങൾക്കും നാടിനും വേണ്ട വികസന കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചത്. 2 ഒരുമിച്ച് പറയുകയാണ് ഞങ്ങൾ വെറുതെ അല്ല. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണോ അത് വളരെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് നടപ്പിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചാമ്പ്യന്മാർ കോൺഗ്രസ് തന്നെയാണ്. തർക്കം നിങ്ങൾക്ക് വേണ്ട. മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ആകെ 20 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത് CPM. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസ് പുലിയാണെങ്കിൽ CPM ഞാനുമില്ല. സംസാരിക്കുമ്പോൾ അറിയത്തില്ല, ജനത്തിന് അറിയില്ലേ?